കലക്കം ബീഫ് ഇടവേള ഇല്ലാണ്ട് കഴിച്ചോണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ്. എനിക്ക് മറ്റേ തേങ്ങാക്കൊത്തില്ലേ അതൊക്കെ കഴിക്കുമ്പോ പൊളി അത്താണ്. Oreo chocolate creamy crunchy ice cream. അത് ഷോപ്പിൽ വാങ്ങിയാലേ ഐസ്ക്രീം കടയിൽ നിന്ന് കിട്ടും. എടി അതല്ല മിക്സിംഗിലാണ് കാര്യം. ഇതിങ്ങനെ പക്കയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം. എങ്ങനെയുണ്ട് ഫുഡ്? ഉഷാറല്ലേ? നന്നായിട്ടുണ്ട്. ഫുഡ് എങ്ങനെയുണ്ടമ്മ? ഫുഡ് എങ്ങനെ വാങ്ങാം? ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ്ആൻഡ്ടാക്സ്. മെരി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളെ അജയ് ഇവ അവരെ വീട്ടിലേക്ക് ക്രിസ്മസ് ലഞ്ചിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇൻവിറ്റേഷൻ ഒക്കെ അവർ അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് ഒരുപാട് ദിവസമായിട്ട് ബീഫ് റെസിപ്പി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ബീഫ് റെസിപ്പി ഇതിന്റെ കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ആ ബീഫ് റെസിപ്പിയുമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ചിക്കൻ ബിരിയാണി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് മെനു ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആണെന്ന് പറഞ്ഞത്. ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും റെഡ് ഡ്രസ്സിലാണ്. അതുപോലെ തന്നെ ഡാനിഷിന് നമ്മളൊരു സാന്താക്ലോസ് ആക്കിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. സർപ്രൈസുകളാണ്. അതെ, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് അവരുടെ റിയാക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ എന്താന്ന് നോക്കാം. ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ സ്പെഷ്യൽ തേങ്ങാക്കൊത്ത് ബീഫ് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, 1-2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ തക്കാളി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 കിലോ എല്ല് ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ തേങ്ങാക്കൊത്ത് ബീഫ് ഉണ്ടാക്കുന്നത്. അതായത് എല്ലും ബീഫും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എല്ല് ബീഫ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമ്മളിതിനെ അരച്ചെടുക്കാൻ പോവാണ്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഈ ഒരു അരപ്പ് വെച്ചിട്ടാണ് നമ്മൾ ബീഫ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ എല്ല് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ബീഫിൻ്റെ പീസിലേക്കും ഈ മസാല നന്നായിട്ട് എത്തുന്നത് വരെ തന്നെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും മസാലയുടെ കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. വിനീഗർ നമ്മുടെ ഈ ബീഫ് കുറച്ച് ടേസ്റ്റി ആവാനും അതുപോലെ തന്നെ സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം, അതായത് 1/2 ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കറിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ തീ കുറച്ചിട്ടതിന് ശേഷം 4 വിസിലുമാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10, 25 അല്ലെങ്കിൽ 30 വരെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം അതായത് 1 ഗ്ലാസ് ഇട്ട് 140 ml ഒരു ഗ്ലാസ്സിന് നിറയെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ 2ആയിട്ട് കീറിയിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ബീഫ് ഇവിടെ
നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയാണോ സാധാരണ ബീഫ് വേവിക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവണമെന്ന് മാത്രം. ഇനി നമ്മളൊരു ഫ്രൈ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങാക്കൊത്ത്, ചെറിയുള്ളി, വെളിച്ചെണ്ണ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളക്, നെടുകെ കീറിയത്, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഈ തേങ്ങാക്കൊത്തിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കളറ് മാറാൻ നിൽക്കണ്ട കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെറിയ ഉള്ളി അത്രയും നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഉള്ളി വഴന്ന് വരുന്നൊരു സ്റ്റേജിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ തീ കുറച്ചിട്ടതിന് ശേഷം ഇതിനെങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയുടെ ഒറ്റിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും എക്സ്ട്രാ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് ഇതിനെങ്ങനെ വഴറ്റിയെടുക്കുന്നത്. നമ്മൾ ബീഫ് കുലർത്തിയെടുക്കില്ല, ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. ഈ മസാലയൊക്കെ വിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നൊരു പാകം, അതായത് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് മാറുന്നത് വരെ നമ്മൾ ചെറിയ തീയിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ബീഫ് ചട്ടിയിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബീഫ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നല്ല ചൂട് അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും, അത് മാത്രമല്ല നല്ല ചൂട് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് എല്ലാം അതിനുശേഷം നമ്മളെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ബീഫ് ഇതാ ഏകദേശം ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലെത്തി. ഈ ഒരു കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലോണം ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടും കഴിക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു പരുവത്തിലെത്തി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്തിട്ട് അജയുടെ ഇവയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ബീഫിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബിരിയാണിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്തെടുത്ത് ഇനി നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് പോയിട്ട് കോളിംഗ് ബെല്ല് ദാനിഷിനെ കണ്ടില്ലേ. ഞാൻ ഇമ്മാരി ടെൻഷൻ അടിച്ചേക്കുന്ന ഒരു ദിവസം ഉണ്ടായിട്ടില്ല. കുറവാണ് കുക്കിങ്. അപ്പൊ കുക്ക് ചെയ്യുന്ന ഒരു ഭയങ്കര പേടി. ഒറ്റ മോനെ താങ്ക് യു. എടാ നിനക്ക് ഞാൻ നിങ്ങൾ റെഡൊക്കെ ഇട്ട് എടുക്കുന്നത് ഇത്രയും പ്രതീക്ഷയില്ല. തീരോളം കൊടുക്കണോ? അധികം തൂങ്ങണ്ട, ക്ലാസ്സിൽ വരിപ്പോ. മധുരം ഉണ്ടാവും, മധുരം ഒരുവിധം ഉണ്ടാവും. ഇത് നിങ്ങൾ കൊണ്ടുവന്നതാ? ലോകത്ത് ഒരു സാൻഡും ബിരിയാണിയും ബീഫും കൊടുത്തിട്ടുണ്ടാവില്ല. സെക്കൻഡറി പ്ലാൻ ഉള്ളത് നല്ലതാ. അല്ല ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ല, നിങ്ങൾക്കുള്ളത് ഉണ്ടാക്കി കഴിച്ചിട്ട് തൃപ്തിയല്ലെങ്കിൽ നമുക്ക് ഇത് എടുക്കേണ്ടി വരും. സ്പാർക്ലിംഗ് ഗ്രേപ്പ് ജ്യൂസ്, വൈനല്ല, നോൺ ആൽക്കഹോളിക് ആണ്. മുന്തിരി ജ്യൂസ് പോലെ ഒരു ഇത്തിരി തരിപ്പ് ഉണ്ടാവും. ഒഴിച്ചു വെച്ചിട്ട് ഇത്തിരി സമയം കൂടുതലായതുകൊണ്ട് ചിലപ്പോ തരിപ്പ് മാറിയിട്ടുണ്ടാവും, മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ.
അത് കട്ട്ലറ്റ് സോസിന്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അത് പുറത്തുനിന്ന് വാങ്ങിയത് ഉപ്പ സ്പോഞ്ച് കേക്കാ, പക്ഷെ കട്ട്ലറ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ഉപ്പ പോലീസായിട്ട് ചെറിയൊരു കുഴപ്പമില്ല, പേടിക്കണ്ട. നന്മ നിറഞ്ഞ ശ്രീനിവാസനാണ്, കുഴപ്പമില്ല. ഒരു സ്പെഷ്യൽ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, എന്റെ സ്പെഷ്യൽ. എന്താണ് വിശേഷം? അസിസ്റ്റന്റ് വീട്ടിലെത്തിയില്ലേ? തീരെ ക്രിയേറ്റീവ് അല്ല കേട്ടോ. ശരിയാണല്ലേ, പോയി. ഞാനത് ഇന്നലെ ഓഫീസിൽ റെഡ് ഇട്ടോണ്ട് പോയായിരുന്നേ. അപ്പൊ പിന്നെ അത് മുഷിഞ്ഞല്ലോ, അപ്പൊ പിന്നെ ഞാനത് വിട്ടുപോയിടും. എന്നോട് ക്ഷമിക്കും നിങ്ങള്. ഇതൊരുമാതിരി ദുഃഖവള്ളി പോലെ. അയ്യോ, തമാശ പറഞ്ഞു. ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് ഡ്രസ്സിൽ റെഡ് ക്യാപ്പൊക്കെ ഇട്ട് ചെന്നപ്പോൾ തന്നെ ശരിക്കും അവർ ഞെട്ടിപ്പോയി. അവർക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ നമ്മൾ അകത്തിട്ട് എൻട്രി ചെയ്ത സമയത്ത് തന്നെ ടേബിളിൽ അവർ ഗ്രേപ്പ് ജ്യൂസും കേക്കും കട്ട്ലറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവരവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ലൈറ്റും ക്രിസ്മസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു ക്രിസ്മസ് വൈബ് തന്നെ ആ വീടിനകത്ത് ഫീൽ ചെയ്തു. ഇനി നമുക്ക് ഇന്ന് അവർ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. നല്ല താറാവ് കറി ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് കാണിക്കുന്നേ? ഇത് നമ്മുടെ അങ്കമാലി അതില് മാത്രം എനിക്ക് കോൺഫിഡൻസ് ഉള്ളൂ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല കുത്തരി ചോറ് ഇനിയുണ്ടാവണം. കട്ട്ലറ്റ് ഞങ്ങൾ ഫിനിഷ് ചെയ്തു ഓൾറെഡി. ചിക്കൻ ഫ്രൈ, എല്ലാ ചിക്കൻ മുളക്. പിന്നെ എന്നെ കാണിക്കണം. പിന്നെ എന്റെ വക സ്പെഷ്യൽ ഓറിയോ ചോക്ലേറ്റ് ക്രീമി ക്രഞ്ചി ഐസ്ക്രീം. അത് ഷോപ്പിൽ നിന്ന് വാങ്ങിയല്ലേ? ഓറിയോയും ഐസ്ക്രീമും മിക്സ് ചെയ്തത് ഞാനാണോ? അതായത് ഓറിയോ ബിസ്ക്കറ്റ് മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ നീ കടയിൽ നിന്ന് വാങ്ങിച്ച് മിക്സ് ചെയ്ത് തന്നെയല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. പക്ഷെ ഇതൊരു കഴിവാ. ഏതാ ഏറ്റവും അടിപൊളി ഡിഷ് എന്ന് പറയാട്ടോ അവസാനം കഴിച്ചിട്ട് പറയാം. ആകെ പ്രതീക്ഷ ഇതിനാ. എന്റെ ഐസ്ക്രീം അവൻ മാത്രം ചിലപ്പോ നല്ലതെന്ന് പറയുള്ളൂ. ഇനി നമ്മൾ ക്രിസ്മസ് ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയതൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. സെർവിങ് ടൈമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി, അതുപോലെ തന്നെ ഡക്ക്, ചിക്കൻ പൊരിച്ചത്, ഫിഷ് ഫ്രൈ, നല്ല ചോറ്, അച്ചാർ, ഇതെല്ലാം ഇവ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അവൾക്ക് ഒത്തിരി ടെൻഷനായിരുന്നു നമ്മളിത് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയുന്നത് വരെ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അങ്കമാലി മാങ്ങാക്കറിയാണ്. അടിപൊളി ടേസ്റ്റ്. ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഈ ഒരു ഐറ്റം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് കറി അല്ല, മാംഗോ കറിയാണ്. എന്താണ് അങ്കമാലി മാംഗോ കറി? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ഫുഡ്? ഇപ്പൊ ഷുവറല്ലേ? നന്നായിട്ടുണ്ട്. ഫുഡ് എങ്ങനെയുണ്ടമ്മ? അടിപൊളി മാങ്ങാക്കറി. മാങ്ങാക്കറി അടിപൊളി. ഓരോന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി വരുന്നുള്ളൂ. മാങ്ങാക്കറി കിട്ടിയപ്പോ തന്നെ അത് കൂട്ടി കഴിക്കാൻ പറ്റും. ഇതെന്റെ സ്പെഷ്യൽ ഐസ്ക്രീമാണ്. ഇതിനെ വെല്ലാനായിട്ട് ഇവയുടെ ഒരു ഫുഡിനും സാധിക്കില്ല. ഐസ്ക്രീമും കടയിൽ നിന്ന് കിട്ടും. എടി അതല്ല, മിക്സിംഗിലാണ് കാര്യം. ഇതിങ്ങനെ പക്കയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം. എന്ത് രസമായിരിക്കും പറയാം. പിള്ളേർക്ക് ഇതിന്റെ അങ്കമാലി മാങ്ങാക്കറിയും തേങ്ങാക്കറിയും ഒന്നും പറയും, ഐസ്ക്രീം തന്നെ വേണം. അല്ല, അത് അടിപൊളിയാണ്. പക്ഷെ എന്റെ ഐസ്ക്രീമിനെ ഞാൻ തന്നെ പൊക്കി പറഞ്ഞു. വേറെ ആരെങ്കിലും ഇല്ലല്ലോ, വേറെ ആരും ഇല്ലല്ലോ. ക്രിസ്മസ് ലഞ്ച് കഴിച്ചു. അതിനുശേഷം അജയുടെ സ്പെഷ്യലായിട്ടുള്ള ഓറിയോ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഇനി നമ്മൾ പോരാനായിട്ടുള്ള ഒരു സമയമായപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുള്ള ബിരിയാണിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുകയാണ്. അത് മിക്സ് ചെയ്ത് പാത്രമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ബീഫ് പുറത്തെടുത്തു. അതും അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതെല്ലാം ടേസ്റ്റ് ചെയ്ത് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടല്ലോ. വളരെ ഈസി
റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ബീഫാണ് നമ്മുടെ തേങ്ങാക്കൊത്ത് ബീഫ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ കമൻസൊക്കെ നമ്മളോട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് ലഞ്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ക്രിസ്മസ് ലഞ്ചിന് വരും നമ്മളെ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്തിട്ട് വന്ന് എന്തായാലും ഭയങ്കര ആഘോഷമായൊരു ക്രിസ്മസ് സെലിബ്രേഷൻ തന്നെയായിരുന്നു. ആഘോഷകരമായ പാട്ട് കുർബാന നമ്മൾ നടത്തി. അത്ര ഇല്ലെങ്കിലും പാട്ട് ഇത്തിരി കുറവായിരുന്നു കുർബാനയ്ക്ക്. അല്ലല്ല ഇതില് വേറൊരു കാര്യം കൂടി ഉണ്ട്. ആക്ച്വലി നമ്മള് പ്ലാൻ ചെയ്തൊരു ആഘോഷമായിരുന്നില്ലത്. ദാണ്ട് ദിവൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന 100 എന്ന ബീപ്പിട്ടതാണ്. അവൻ പറഞ്ഞാണ് ഈ ഒരു പാർട്ടി. ഞാൻ മന്തി കഴിക്കാൻ പോയ അന്ന് രാത്രി മുതൽ ഇന്നലെ വരെ എല്ലാ ദിവസവും എന്റെ കോൾ അല്ലെങ്കിൽ ഓടി ഉണ്ടാവും. ക്രിസ്മസ് എങ്ങനെയാ? അവിടെയല്ലേ ഇത് തന്നെ അവസാനം അവിടെയായി. പക്ഷെ ഞാൻ അറിയാൻ പറ്റും ശബാന, ഇപ്പൊ ഫുഡ് കഴിക്കണതോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കലൊക്കെ നമുക്ക് ടെൻഷൻ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇതിൽ കിട്ടിയ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവം ഉപ്പയും ഷബാനയുടെ ഉപ്പയും ഉമ്മയാണെന്ന് വന്നത്. അപ്പൊ ഷബാനയുടെ ഉപ്പയും ഉമ്മയുടെ അടുത്ത് കുറെ നേരം നമ്മൾ വർത്താനം പറഞ്ഞു. നമ്മളല്ല, അവര് വർത്താനം പറഞ്ഞു. അവര് പറഞ്ഞ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. പഴയ കഥകള്, ഭയങ്കര ഫീല്, ഭയങ്കര ഹാപ്പിനെസ്. പോയി നമ്മുടെ കാരണവന്മാരെ കണ്ടൊരു ഫീൽ. ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഉമ്മ പറഞ്ഞ കാര്യങ്ങളും ഉപ്പ പറഞ്ഞ കാര്യങ്ങളും മാത്രമാണ്. ഇപ്പൊ ഈ ഒരു അതൊന്നും വീഡിയോയിൽ ഇല്ല, ആക്ച്വലി ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഓഫ് ദ റെക്കോർഡ് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ഒന്നും അത്രമാത്രം ഫീൽ ആയിരുന്നു ആ ഒരു ഉപ്പിയും പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. എപ്പോഴെങ്കിലും ഓഡിയൻസിന് ഉപ്പിയും കംഫർട്ടബിൾ ആകുന്ന ടൈമിൽ അവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു സെയിം അഭിപ്രായം അവരെന്തായാലും പറയും. തീർച്ചയായും നമ്മൾ മറ്റൊരു വീഡിയോയില് ചോദിച്ചു നോക്കട്ടെ, വരികയാണെങ്കിൽ എന്തായാലും ചെയ്യും. അപ്പൊ എന്നാലും ക്രിസ്മസ് സെലിബ്രേഷൻ അടിപൊളിയായി. ഇവിടെ അങ്കമാലി മാങ്ങാക്കറി അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഐസ്ക്രീം പറയിപ്പിക്കുന്നുണ്ട്. പക്ഷെ സംഭവം ഐസ്ക്രീം ഇവിടെ നന്നായി കഴുത്തിന് പിടിച്ചിട്ടാ പറയിപ്പിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? നിങ്ങൾ ക്യാമറയുടെ പുറകിലല്ലേ? എനിക്ക് പറയണല്ലോ, വോയിസ് ഉണ്ടല്ലോ റെക്കോർഡിങ്. ഓറിയോ ഐസ്ക്രീം നല്ല അടിപൊളി. ദാനിഷ് ഐസ്ക്രീം ഇഷ്ടമായില്ലേ? ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്തല്ലോടാ. അപ്പൊ എന്തായാലും ക്രിസ്മസ് പൊളിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ ഈ ഒരു ക്രിസ്മസ് തൊപ്പിയാണ് ഇവർക്ക് കൈമാറിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന ആൻഡ് അജയ് സ്റ്റീഫൻ. ഷബാനയും നൂറും കൊണ്ടുവന്ന ബിരിയാണിയും അതുപോലെ തന്നെ ബീഫും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കഴിച്ചു നോക്കാം. അവരിത് കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ പോണത് കേട്ടോ. കേട്ട് നോക്കാവേ. സത്യസന്ധമായ അഭിപ്രായമായിരിക്കും അവർ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കലക്കം ബീഫ് ഒരു രക്ഷയില്ല. നല്ല എന്താ പറയണ്ട, ഇങ്ങനെ അടിപൊളി, ഒരു രക്ഷയില്ല. ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, പൊളി. എങ്ങനെയുണ്ടാ ബീഫും ബിരിയാണിയും? ഇടവേള ഇല്ലാണ്ട് കഴിച്ചോണ്ടിരിക്കുക. നീ ആരാ ഇടവേള ബാബു? ഇവരെ വ്ളോഗ് കാണുമ്പോ നമ്മള് തോന്നാറുണ്ട് കാണാനും ഭംഗി ഉണ്ടാവുള്ള ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ലാലോ. ആ ഭാഗ്യം കിട്ടി. താങ്ക് യു ട്ടാ. വിലാലിക്ക, എങ്ങനെയുണ്ട് ബിരിയാണിയും അതുപോലെ തന്നെ ബീഫും? അടിപൊളിയായിട്ടുണ്ട്. ബീഫ് ഞാൻ ഷബാനയുടെ അന്നത്തെ എന്താ പറയാ വീഡിയോ കണ്ടിട്ട് കൊതിച്ചിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ്. ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. ഏതാ ഏറ്റവും അടിപൊളി, ബിരിയാണിയാണോ ബീഫാണോ? എനിക്ക് കൂടുതൽ ബീഫ് ഇഷ്ടം. ഓക്കെ, ഏറ്റവും അടിപൊളി ഏതാണ്, ഷബാനയാണോ നൂറാണോ? രണ്ടും അടിപൊളിയായിട്ടുണ്ട്. ബീഫ് എനിക്ക് മറ്റേ തേങ്ങാക്കൊത്തില്ലേ, അതൊക്കെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ബിരിയാണി അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫ് സാധാരണ ഞാൻ കഴിക്കാറില്ല, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് അല്ല, എങ്ങനെയുണ്ട്? ഞാൻ ഓൾറെഡി ഇതിന്റെ റിവ്യൂ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കഴിച്ചു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പൊളി അത്താണ്.